കേരളത്തിലെവിടെയും 17 ലക്ഷത്തിന് വീട്, 15 ലക്ഷത്തിന് 1000 സ്ക്വയർ ഫീറ്റ് വീട് പണിതരുന്ന ഹായ്. നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് വീടിന്റെ പ്ലാനുകൾ, അതിന്റെ ഡിസൈനുകൾ, ഹോം ടൂർ, സൈറ്റ് വിസിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്ഥിരമായിട്ട് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഇതൊന്നും മാറിയിട്ട് എന്തെങ്കിലും ഒരു വീഡിയോസ് ഒക്കെ ഇടയ്ക്ക് ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ChatGPT-നായിട്ട് കുറേ മല്ലിട്ട് നോക്കി, പക്ഷേ എനിക്കൊരു കണ്ടന്റ് ഒന്നും കിട്ടിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ വയനാട് വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന്റെ കുറേ വീഡിയോസ്, ന്യൂസ്, അതുപോലെ കുറേ കമന്റുകൾ അതിലൊക്കെ പറഞ്ഞത്. അതായത് 20 ലക്ഷത്തിന്റെ വീടാണ് ഇത്, 32 ലക്ഷത്തിന്റെ വീടാണ്, 30 ലക്ഷത്തിന്റെ വീടാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ നമുക്കത് വീടിന്റെ നിർമ്മാണ ചെലവ് അതിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. പക്ഷെ ഞാൻ ആ ഒരു വീടിനെ കുറിച്ചിട്ടല്ല പറയുന്നത്. ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചാണ്, നമുക്ക് അവസാനം പറയാം. അപ്പോൾ എനിക്ക് ആ ഒരു വീട് കണ്ട സമയത്ത് എനിക്ക് അതിൻ്റെ ഒരു ഡിസൈനിങ് ആണ് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. പലപ്പോഴും അത് ഗവൺമെന്റിന്റെ അണ്ടറിലാണോ എന്നറിയില്ല, അല്ലെങ്കിൽ തന്നെ ആ ഡിസൈനിന്റെ കാര്യത്തിൽ പലപ്പോഴും ഈ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന വർക്കുകളൊക്കെ ഏതാണ്ട് ഇതുപോലത്തെ ഡിസൈനുകളൊക്കെയാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ദുരന്തത്തിന്റെ ഇതിൽ ചെയ്യുന്ന വീടായതുകൊണ്ട് ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു രീതിയിൽ ഡിസൈൻ ചെയ്ത് തരുന്നത്. ഇതിപ്പോൾ നോർമലായിട്ടൊരു ഫ്ലാറ്റ് റൂഫ് അടിച്ചിട്ട് അതിൽ പാരപ്പറ്റും ചുറ്റും സൺഷെയ്ഡും കൊടുക്കാറുണ്ട്. നല്ല രീതിക്ക് ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു തന്നെ ഒരു പുറമെ കാണാനായിട്ട്. ഇത് പെയിന്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ള അറിയില്ല. ഒരു പച്ച, മഞ്ഞ, നീല അങ്ങനത്തെ കുറേ കളറുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അടിക്കുകയും. ചിലപ്പോൾ ഈ പ്രശ്നമായതിൻ്റെ സ്ഥിതിക്ക് നല്ല രീതിയിലൊക്കെ ചിലപ്പോൾ ഫിനിഷ് ചെയ്യായിരിക്കും. പിന്നെ അതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൺഷെയ്ഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ആ ഒരു ഈ വീടിന്റെ ഫ്രണ്ടിൽ ആ ഒരു വിൻഡോയിൽ വരുന്ന അത് സൺഷെയ്ഡ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് മിക്കവാറും മഴ പെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളം കയറും. ഒന്നാമത്തെ കാര്യം, ആ ഭിത്തി മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സൺഷെയ്ഡ് എന്ന് പറയുമെങ്കിലും വെയിലിൽ നിന്ന് മാത്രമല്ല, അത് മഴയിൽ നിന്നും ചെറിയൊരു പ്രൊട്ടക്ഷൻ പോലെ തന്നെയാണ് നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്നത്. കാരണം 6 മാസം മഴയാണല്ലോ. ഇനി നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഡിസൈൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കണ്ടംപററിയിൽ സ്ഥിരമായിട്ട് ഒരു മഴക്കാലം കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുക അതിൻ്റെ സ്ഥലത്തൊക്കെ വെള്ളം കയറും. അപ്പോൾ അവിടെ എക്സ്ട്രാ നമ്മൾ സബ്സിഡി കൊടുക്കുന്നവരുണ്ട്. പലപ്പോഴും പല ആൾക്കാർക്കും അങ്ങനത്തെ ഡിസൈൻ വേണം എന്ന് പറഞ്ഞത് നമ്മൾ തന്നെ അതുപോലെ വരച്ചു കൊടുക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ സൺഷെയ്ഡ് കൊടുത്തതെന്ന് വെച്ചാൽ ഈ ഒരു 10 അടിയിൽ നിന്നാണ് അതിൻ്റെ ടോപ്പ്, അതുപോലെ 8 അടിയിലേക്കൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു അത് വന്ന് നിൽക്കുന്നത്. നോർമലി 7 അടിയിലാണ് നമ്മൾ വിൻഡോ ഹൈറ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ വിൻഡോയുടെ ആ ഒരു ലെവൽ തന്നെയാണ്. ആ ഒരു വിഡ്ത്തിൽ ഏതാണ്ട് ഒരു കുറച്ചൊക്കെ വിഡ്ത്ത് കൊടുത്തിട്ടുള്ളൂ പുറത്തേക്കായിട്ട്. അപ്പോൾ അത് എങ്ങനെ വന്നാലും ഇത്ര ഹൈറ്റ് നിൽക്കുന്നതുകൊണ്ടും ഒരു അത്ര വിഡ്ത്തില്ലാത്തതുകൊണ്ടും മഴ പെയ്ത് കഴിഞ്ഞാൽ അതിൽ വെള്ളം, ചെറിയ കാറ്റടിക്ക് പോലും വെള്ളം അകത്തേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അത് എപ്പോഴും ഒരു കുറഞ്ഞത് 1 അടി, 1.5 അടിയെങ്കിലും വിൻഡോ വിട്ട് പുറത്തേക്ക് നമ്മൾ സൺഷെയ്ഡിന് ഒരു പ്രൊജക്ഷൻ പോലെ കൊടുക്കാറുണ്ടായിരുന്നു. ഈ കണ്ടിട്ട് എനിക്ക് അത്ര കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഭയങ്കര ഹൈറ്റ് കൊടുത്തതുകൊണ്ട് തന്നെ കാറ്റടി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. നമുക്ക് കൺസ്ട്രക്ഷൻ കോസ്റ്റിന് ആയതില്ല. അപ്പോൾ 20 ലക്ഷം രൂപ വരുന്ന ചില ആൾക്കാർ പറയുന്നുണ്ട്, 30 ലക്ഷം, 32 ലക്ഷം ഒക്കെ വരുന്ന പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് എത്ര വന്ന് എന്നുള്ളത് നമുക്ക് ഒരു ഒറ്റ നോട്ടത്തിലൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. നമുക്ക് ഒരു വീട് നമുക്കിപ്പോൾ ഒരേപോലെ ഇപ്പോൾ ഒരു 15 ലക്ഷത്തിന്റെ 20 ലക്ഷത്തിന്റെ വീട് ഒരേപോലെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അതിൽ കണ്ടു കഴിഞ്ഞാൽ ഏതാണ് 15ന്റെ ഏതാണ് 20ന്റെ പറയാനായിട്ട് പറ്റില്ല. നമ്മൾ കൃത്യമായിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വർക്ക് നടന്നത്, കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ ചെയ്തതെന്നുള്ള ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് കുറച്ച് ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നമുക്ക് മറക്കാനായിട്ട് പറ്റും. നമുക്ക് കണ്ടന്റിലേക്ക് വരികയാണെങ്കിൽ നിർമ്മിക്കാനായിട്ട് എത്ര കോസ്റ്റ് 1000 സ്ക്വയർ ഫീറ്റ് വിടുന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു പെട്ടെന്ന് ഒരാൾക്ക് ഉത്തരം അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 20 ലക്ഷം രൂപ പ്രതീക്ഷിക്കാം 1000 സ്ക്വയർ ഫീറ്റ് വീട്. അത് ഓരോ സ്ഥലത്തും ഓരോ പ്ലാനിനും ഓരോ ഡിസൈനനുസരിച്ച് വ്യത്യാസപ്പെടും. ഓക്കെ, സ്ഥലത്തിൻ്റെ അനുസരിച്ച് വ്യത്യാസപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു മുമ്പ് ചില വീഡിയോസൊക്കെ നമ്മൾ നടന്നിട്ടുണ്ടാവും. കേരളത്തിലെവിടെയും 17 ലക്ഷത്തിന് വീട്, 15 ലക്ഷത്തിന് 1000 സ്ക്വയർ ഫീറ്റ് വീട് പണിതരുന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ. ഇപ്പോൾ ഇവർ കാണിക്കുന്നത് ഒരു വലിയ വീടായിരിക്കും, എന്നിട്ട് പറയും ഈ കേരളത്തിലെവിടെയും 17 ലക്ഷത്തിന് ചെയ്തിരുന്നത്. അപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറയുന്നുണ്ട് വലിയ വീടിൻ്റെ 3D കാണിക്കുന്നത്. അപ്പോൾ ആ കാണുന്നവർ വിചാരിക്കും 1000 സ്ക്വയർ ഫീറ്റ് ഇത്ര വലുതായിരിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ അവസാനം ഒരു സ്റ്റാർ അവിടെ ഇട്ടിട്ടുണ്ട്, ഈ കണ്ടീഷൻ സപ്ലൈ എന്ന് പറഞ്ഞൊരു സ്റ്റാറിൽ അതിട്ടിട്ടുണ്ടോ. ഇത് ഒന്നാമത്തെ കാര്യം, ഇത് ഈ ഹോം ടൂർ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ചാനലുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ വീഡിയോയ്ക്ക് വ്യൂ കിട്ടുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അല്ലാതെ അവർ ഈ പറഞ്ഞ പൈസയ്ക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ല. പിന്നെ പല ആൾക്കാരും ഈ പറഞ്ഞ കണക്ക് പകുതി പൈസ ആയിരിക്കും പറയാം. അതായത് 1000 സ്ക്വയർ ഫീറ്റ് വീട് 10 ലക്ഷത്തിന് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും. ഇതൊക്കെ കണ്ട് നമ്മൾ വർക്ക് കൊടുത്തു കഴിയുമ്പോഴായിരിക്കും മനസ്സിലാക്കുക വെച്ചാൽ ഇവർ 10 ലക്ഷം രൂപയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ സ്ട്രക്ചറൽ വർക്കിൻ്റെ പൈസ മാത്രമാണ് ഈ 10 ലക്ഷം എന്നുള്ളത്. ആക്ച്വലി സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞിട്ട് പിന്നെയാണ് അതിൻ്റെ വർക്ക് മെയിനായിട്ട് കിടക്കുന്നത്. കാരണം പല ആൾക്കാരും വിചാരിക്കും നമ്മൾ വാർക്ക വരെ ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു മുക്കാൽ ഭാഗമായി കഴിയാനായി നമ്മൾ. പക്ഷേ വാർക്ക വരെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വീടിൻ്റെ 50% വർക്കേ ഉള്ളൂ. ഇനിയുണ്ട് ഒരു 50% കൂടി. ഓക്കെ, അത് പല ആൾക്കാരും എന്താണ്, നമുക്കിപ്പോൾ അതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്ത ആൾക്കാരാണ് അതിൽ പെടുന്നത്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ, എറണാകുളം ജില്ലയിലാണ് മെയിനായിട്ട് വർക്ക് എടുക്കുന്നത്. നമ്മൾ പുറത്തേക്ക് ഒരുപാട് ആൾക്കാർ ഞങ്ങൾ വിളിക്കാറുണ്ട്. മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം, കാസർഗോഡ്, കേരളത്തിലെ എല്ലാ ജില്ലകളും നമ്മൾ വിളിക്കാറുണ്ട് വീട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ. നമ്മൾ തൃശ്ശൂർ, എറണാകുളം ജില്ലകളാണ് മെയിൻ എടുക്കുന്നത്. പാലക്കാട് ചെറിയ വർക്കുകളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ വലിയ വർക്കുകളൊക്കെ ആണെങ്കിൽ മലപ്പുറം, അതുപോലെ കോട്ടയം ജില്ലകളിലും
നമ്മൾ വർക്ക് എടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. നമുക്ക് പിന്നെ തൃശ്ശൂർ ജില്ലയിൽ എറണാകുളം ജില്ലയിൽ നമ്മുടെ ഓഫീസുണ്ട്. ഓഫീസ് നമ്മൾ താഴെ കൊടുത്തത് തൃശ്ശൂർ ജില്ലയുടെ ഓഫീസാണ് താഴെ കൊടുക്കുന്നത്. എറണാകുളം ജില്ലയിലുള്ളത് നമുക്ക് ഇന്റീരിയർ, അതിൻ്റെ സ്ട്രക്ചർ വർക്കുകൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കണം. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ നമ്പർ ഞാൻ കൊടുക്കുന്നില്ല. ഇതിപ്പോൾ തൃശ്ശൂർ ജില്ലയിലുള്ള ഓഫീസിൻ്റെ നമ്പറാണ്. പിന്നെ നമുക്ക് കോസ്റ്റിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ പലപ്പോഴും ഈ കുറഞ്ഞ റേറ്റിന് വർക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. സ്ക്വയർ ഫീറ്റിന് 2000 രൂപ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 1800, 1500 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. പല ആൾക്കാരുടെയും വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് നിർമ്മാണത്തിൻ്റെ സ്ക്വയർ ഫീറ്റ് റേറ്റ് കുറച്ചെടുക്കുന്ന കോൺട്രാക്ടർമാർ ഒരു ലാഭം കുറച്ചെടുക്കുന്ന കോൺട്രാക്ടറാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പല ആൾക്കാർക്കും ഉണ്ട്. അത് സത്യം പറഞ്ഞാൽ അതൊരു വെറുതെ ആണ്. കുറഞ്ഞ സ്ക്വയർ ഫീറ്റിന് എടുക്കുന്ന ആളും കൂടിയ സ്ക്വയർ ഫീറ്റിന് എടുക്കുന്ന ആളും അവർ ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവുമെങ്കിലും അവർ ലാഭം എടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് ലാഭം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറഞ്ഞ സ്ക്വയർ ഫീറ്റിന് ഒരു വർക്ക് കൊടുത്തു കഴിയുമ്പോൾ ആളുടെ കോൺട്രാക്ടറിൻ്റെ പ്രോഫിറ്റ് എടുത്തിട്ട് ബാക്കിയുള്ളതിനുള്ള വർക്ക് അവിടെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ പല ആൾക്കാർ ഈ പ്ലാൻ പോലും കാണാതെ പോസ്റ്റ് പറയുന്ന പരിപാടി, വീട് നിർമ്മിക്കാൻ ചെല്ലും. അപ്പം നമ്മുടെ ഓഫീസിൽ തന്നെ പല ആൾക്കാരും വരുമ്പോൾ തന്നെ അതാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ സ്ക്വയർ ഫീറ്റ് എത്രയാണെന്നുള്ള. അപ്പോൾ നമ്മൾ ഞങ്ങൾ എങ്ങനെയാണ് വർക്ക് എടുത്ത് കൊടുക്കണം എന്നുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യമാണ്. അടുത്ത് നമ്മൾ ചെയ്തൊരു വർക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫൗണ്ടേഷൻ ആയിരുന്നു. അപ്പോൾ അതിൽ അവർ ഓരോ സ്റ്റേജിൻ്റെ പൈസ നമ്മൾ കൊടുത്തു, മനസ്സിലായി. അതായത് ഫൗണ്ടേഷൻ ഇത്ര രൂപയാകും എന്നുള്ളത് അവർക്ക് കൊടുത്തു. അതിൻ്റെ സ്ട്രക്ചർ വർക്ക് കഴിയുന്ന സമയത്ത് ഇത്ര രൂപ, അതിൻ്റെ ഫിനിഷിങ് ഇത്ര രൂപ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർക്ക് നമ്മൾ ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് കൊടുത്തത്. ഉദാഹരണത്തിന് ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു. അത് ഞങ്ങളുടെ നാട്ടിൽ 2.5 അടി ഫൗണ്ടേഷനാണ് നോർമലി കൊടുക്കുക. കരിങ്കല്ലിൻ്റെ ഡബിൾ മെസറി ആണ് കൂടുതൽ ഒരു 80-90% വീടുകൾക്കും 2 അടി താഴ്ചയിലുള്ള കരിങ്കല്ലിൻ്റെ ഫൗണ്ടേഷനാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ 2 അടി എന്നുള്ളത് 3 അടി ആയേക്കാം, അല്ലെങ്കിൽ 4 അടിയിലേക്ക് നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ്റെ റേറ്റ് കൊടുക്കുന്ന സമയത്ത് 2 അടി താഴ്ചയിൽ നമുക്ക് പ്ലാൻ ഉണ്ടാവില്ല, പ്ലാനും പീഡിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റേറ്റ് ഇടുന്നത്. 2 അടി താഴ്ചയിൽ ഒരു കരിങ്കല്ലിൻ്റെ ഫൗണ്ടേഷന് നമുക്ക് ഇത്ര കോസ്റ്റ് വരും എന്നുള്ളത് കൃത്യമായിട്ട് അവരുടെ അടുത്ത് പറയും. 2 അടി താഴ്ച കരിങ്കല്ല് വരും, അതിൻ്റെ മുകളിൽ ബെൽറ്റ്, നമ്മളതിൽ ഫില്ല് ഉപയോഗിക്കുന്നത് മണ്ണാണോ വേറെ എന്തെങ്കിലും മെറ്റീരിയൽസ് ആണോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറയും. ബെൽറ്റ് ആണെങ്കിൽ അതിൻ്റെ തിക്നെസ് എത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എടുത്തിട്ടാണ് റേറ്റ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ മെൻഷൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2 അടി താഴ്ചയിലാണ് എടുക്കുന്നത്, അതിൻ്റെ റേറ്റ് ആണിത്. ഇനി ചിലപ്പോൾ 3 അടിയിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു അടിയുടെ കോസ്റ്റ് അത് ക്ലയൻറ്റ് തരണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ആദ്യമേ തന്നെ പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ക്ലയൻറ്റുമായിട്ട് വേറൊരു പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഞങ്ങൾക്ക് ഈ അടുത്തൊരു 2-3 മാസം മുമ്പ് ഇതുപോലെ ഒരാൾ നമ്മുടെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ നമുക്ക് റേറ്റ് ഇട്ട് കൊടുത്തു, ഫൗണ്ടേഷനല്ല ഫുൾ റേറ്റ് നമ്മൾ ഇട്ട് കൊടുത്ത കാര്യങ്ങൾ അതിൻ്റെ പ്ലാനൊക്കെ വെച്ചിട്ട്. പക്ഷേ ആൾ നമുക്ക് വർക്ക് തന്നില്ല അന്ന്. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം പുള്ളി വീണ്ടും ഓഫീസിലേക്ക് വന്നു, എന്നിട്ട് പറഞ്ഞു ആളുടെ വർക്ക് സ്റ്റോപ്പ് ചെയ്തു. ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പേ കോൺട്രാക്ടറായിട്ട് അടിയായി. അത് വർക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടാണ്, ഞങ്ങളത് ഏറ്റെടുത്ത് നടത്തണം, കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ നമ്മുടെ അടുത്ത് വന്നു. നമ്മൾ സംഭവം ചോദിച്ചപ്പോൾ പറഞ്ഞു, അതെ 1.5 ലക്ഷം ഞങ്ങൾ കോട്ട് ചെയ്തേക്കാൾ 1.5 ലക്ഷം കുറവിന് കിട്ടിയിട്ടാണ് ആൾ വേറെ കോൺട്രാക്ടർ ഏൽപ്പിച്ചത്. പക്ഷേ ഈ പുള്ളി ഫൗണ്ടേഷൻ്റെ വർക്കിൽ തന്നെ ക്വാറി വേസ്റ്റ് ഉള്ള പോലെ എന്തോ സംഭവമൊക്കെയാണ് അതിൽ ഫില്ല് ചെയ്യാനെടുത്തത്, മനസ്സിലായി, മണ്ണല്ല. അപ്പോൾ അതിൽ ഈ ഉടമസ്ഥനും കോൺട്രാക്ടറും തമ്മിൽ തെറ്റി. അപ്പോൾ ഞങ്ങളുടെ ഇത് എസ്റ്റിമേറ്റ് റേറ്റ് കൃത്യമായിട്ട് അവരെ കാണിച്ചു കൊടുത്തു. നമ്മൾ മണ്ണിൻ്റെ ഇതാണ് റേറ്റ് ഇട്ടത്. ഈ മണ്ണെന്നൊക്കെ പറയുമ്പോൾ നല്ല റേറ്റ് വരും ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂർ ജില്ലയിൽ. പല ഈ വീഡിയോ കാണുന്ന ചിലപ്പോൾ മലബാർ ഏരിയയിലുള്ള ആൾക്കാരുണ്ട്, അവർക്ക് ചിലപ്പോൾ മണ്ണ് അവർ പറയാറുണ്ട് വണ്ടിക്കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് മണ്ണ് കിട്ടുന്നുള്ളത്. ഇവിടെ ഒരു ലോഡിന് ഒരു 4000 രൂപയൊക്കെ കൊടുക്കണം മണ്ണിന്. നമ്മൾ റേറ്റ് ഇട്ട് കൊടുത്തത് ആ 4000 രൂപയുടെ മണ്ണ് തറയിൽ ഫില്ല് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയപ്പോഴാണ് ഈ 1.5 ലക്ഷം ആള് കൂടുതൽ ഞങ്ങളുടെ കയ്യിൽ വന്നത്. ഓക്കെ, ഇതൊന്നും ഇല്ലാണ്ട് വേറൊരാളെ കൊടുത്തപ്പോഴാണ് 1.5 ലക്ഷം കുറവ് അവിടെ വന്നത്. അപ്പോൾ അങ്ങനെ വില കുറവ് നോക്കിയിട്ട് അങ്ങോട്ട് പോയത്. അങ്ങനെയാണ് ഞങ്ങൾ എടുത്ത് രണ്ടാമത്തെ വന്നത്. പക്ഷെ ഞങ്ങൾ ആ വർക്ക് എടുത്തില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ ആ കോൺട്രാക്ടർ ഞങ്ങൾക്ക് അറിയാം. പിന്നെ ആളുടെ സ്വഭാവം നമുക്ക് അതിന് തന്നെ മനസ്സിലായില്ല. റേറ്റ് ഓൾറെഡി കിട്ടിയപ്പോൾ അങ്ങോട്ട് പോയ ഒരാൾ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ ആ വർക്ക് എടുത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റ് ഇതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് മാറുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഓരോ സ്ഥലത്തും മണ്ണിൻ്റെ ഘടന വ്യത്യാസമുണ്ടോ. പിന്നെ പ്ലാനിനനുസരിച്ച് ഇപ്പോൾ നമ്മൾ ഒരുപാട് ഭിത്തികളൊക്കെ വരുമ്പോൾ ആ ഭിത്തികൾക്കൊക്കെ താഴെ ഫൗണ്ടേഷൻ കൊടുക്കണം, അതിനൊക്കെ ബെൽറ്റ് കൊടുക്കണം, അതിൻ്റെ മുകളിൽ ലിൻറ്റൽ കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചില വലിയ ഭിത്തികളൊന്നും ഇല്ലാത്ത വലിയ സ്പാൻ ഉള്ളതാണെങ്കിൽ അതിൻ്റെ റൂഫ് സ്ലാബിൻ്റെ തിക്നെസ്, അവിടെ ബീം ഉണ്ടാവും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരിക്കലും ഒരു വീട് വെറുതെ കണ്ടിട്ട് ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് വീടുണ്ട് അത് ഇത്ര ലക്ഷം എന്ന് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ എങ്കിലും നമ്മൾ ചെയ്ത വർക്കുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുന്നതിനായിട്ട് ഒരു 20 ലക്ഷം രൂപ വരും. അതായത് ഞാൻ പറയുന്ന ഒരു കോൺട്രാക്ടറുടെ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ഒരു റേറ്റ് ആണ് പറയുന്നത്, 20 ലക്ഷം രൂപ വരും. ചിലപ്പോൾ അത് കൂടിയേക്കാം, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ കുറയാനുള്ള സാധ്യത കുറവാണ്, പക്ഷേ കൂടിയേക്കാം. പക്ഷെ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വീട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു 18 മുതൽ 19 ലക്ഷം രൂപ വരെയൊക്കെ അതിന് കോസ്റ്റ് വരും. കാരണം നിങ്ങൾക്ക് മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി മനസ്സിലായി. അതായത് പെട്ടെന്ന് ഒരു കോൺട്രാക്ടർക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു സാധനങ്ങൾ എടുക്കുന്ന അത്ര ഒരു സ്പീഡിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് കണ്ടെത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ സമയത്തൂടെ വർക്ക് ഡിലേ ആവും, അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഇവർ വീട് നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ ഒരു 8 മുതൽ ഒരു വർഷം വരെ കുറഞ്ഞത് അതിൻ്റെ പുറകെ നമ്മൾ കൃത്യമായിട്ട് നിൽക്കണം. അത്രയും സമയം നിങ്ങൾ വീടിന് വേണ്ടി മാറ്റി വയ്ക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ചിലവ് കുറയ്ക്കാൻ പറ്റുന്നത്. കോൺട്രാക്ടർ ചെയ്യുന്നതിനേക്കാൾ ചിലവ് കുറവിന് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇത്രയും സമയം നിങ്ങളിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺട്രാക്ടർ ലാഭമെടുക്കാതെ ചെയ്യുന്നു. അത് വെറുതെയാണ്. കാരണം ഒരാളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒന്നും ചെയ്തു തരാൻ പോകുന്നില്ല. ഇപ്പോൾ ഗവൺമെൻറ് പോലും നിങ്ങൾക്ക് ഒന്നും ഫ്രീ ആയിട്ട് തരാൻ പോകുന്നില്ല. നിങ്ങൾ അടച്ചിട്ടുള്ള ടാക്സിൽ തന്നെയാണ് തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് തരുന്നത്. ഓക്കെ, ഈ ഒരു വീട് നേരത്തെ പറഞ്ഞ പോലെ 8 മാസം മുതൽ 1 വർഷം വരെയൊക്കെ അതിൻ്റെ പുറകെ നടക്കും. അപ്പോൾ ഒരു വർഷം നിങ്ങളൊരു ഷോപ്പിൽ നിന്നാൽ തന്നെ ഒരു 1.5 ലക്ഷം രൂപ സാലറി കിട്ടും. അപ്പോൾ ആ ഒരു സമയമാണ് ഒരു കോൺട്രാക്ടർ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ 1.5 ലക്ഷം എന്നുള്ളത് ഞാൻ കൂട്ടി പറഞ്ഞു തന്നല്ല കേട്ടോ. എൻ്റെ ഒരു അങ്കിളിനൊരു സ്റ്റേഷനറി ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഹെൽപ്പറായിട്ട് നിന്നിരുന്ന ഒരാൾക്ക് 500 രൂപ പെർ ഡേ ഉണ്ടായിരുന്നത് കോവിഡിനൊക്കെ മുമ്പ്. ഇപ്പോഴത്തെ കഥ എനിക്ക് അറിയില്ല. അപ്പോൾ അത്രയും എങ്കിലും ഒരു കോൺട്രാക്ടർ പ്രോഫിറ്റ് എടുക്കണ്ടേ ഈ ഒരു വീടിൻ്റെ പുറകെ ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം മുതൽ നിൽക്കുന്ന സമയത്ത്. പിന്നെ അത് മാത്രമല്ല സൈറ്റിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് ആൾ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ ജസ്റ്റ് എൻ്റെ ആഡ് ഓൺ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഒരു വീട് ഇത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നുള്ളത് കൊണ്ട് ഇത്ര ലക്ഷത്തിന് തീരും എന്നുള്ളതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എങ്കിലും പറയുകയാണ്, ഒരു 20 ലക്ഷം രൂപ 1000 സ്ക്വയർ ഫീറ്റ് വീടിന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതായിട്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഞാനൊരു എന്താണ് സ്ക്രിപ്റ്റ് എഴുതി ഒരു ഓർഡർ ആക്കിയിട്ടൊന്നും അല്ല പറയുന്നത്. എനിക്ക് ഈ സമയത്ത് തോന്നുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.